ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ നമഃ. ഓം ശ്രീരാമായ നമഃ. ഇന്ന് നാം പറയാൻ പോകുന്ന കഥ രാമായണം കഥകളിലെ രണ്ടാം ഭാഗം, പുത്രകാമേഷ്ടി യാഗം. ഭാരതത്തിൽ സൂര്യവംശ രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്നു ദശരഥ മഹാരാജാവ്. ദശരഥം 10 രഥങ്ങളെ ഒരേ സമയം നയിക്കുവാൻ കഴിവുള്ള കോസല രാജാവ് ആയിരുന്നു ദശരഥ മഹാരാജാവ്. കോസല രാജ്യ തലസ്ഥാനമായിരുന്നു അയോധ്യ. കേമനായിരുന്ന ദശരഥ മഹാരാജാവിന് ഒരു പുത്രസന്താനത്തെ ലഭിക്കാഞ്ഞതിനാൽ അതീവ ദുഃഖിതനായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്തും പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥങ്ങൾ ഇവയെല്ലാം സന്ദർശിച്ചും കാലം കടന്നുപോയി. ജരാനരകൾ ബാധിച്ചു. അപ്പോഴാണ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആഗമനം. രാജാവിൻ്റെ സങ്കടം കേട്ട കുലഗുരു സൂര്യവംശത്തിൻ്റെ ഭാവിയോർത്ത് പുത്രകാമേഷ്ടി എന്ന മഹായാഗം നടത്തുവാൻ ഉപദേശിച്ചു. സരയൂ നദീതീരത്ത് വെച്ച് യാഗം നടത്തി. യാഗകുണ്ഡത്തിൽ നിന്ന് ഒരു ദിവ്യപുരുഷൻ ഒരു തങ്കപാത്രത്തിൽ പായസവുമായി പ്രത്യക്ഷപ്പെട്ടു. ഇത് ബ്രഹ്മാവ് തന്നയച്ചതാണ്. സന്താനലബ്ധിക്കായി ഇത് ഭാര്യമാർക്ക് കഴിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. മഹാരാജാവ് അത് കൗസല്യയ്ക്കും കൈകേയിക്കുമായി പപ്പാതി നൽകി. അവർ രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയതിൽ പാതി സുമിത്രയ്ക്ക് നൽകി. അങ്ങനെ സുമിത്രയ്ക്ക് 2 പേരിൽ നിന്നും പായസം കിട്ടി. രാജ്ഞിമാർ 4 അത് ഭയഭക്തി ബഹുമാനത്തോടെ കഴിച്ചു. ഇതാണ് പുത്രകാമേഷ്ടി യാഗം കഥ. ഇഷ്ടപ്പെട്ടുവല്ലോ? കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.